ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി സത്സംഗത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതം ഒരു പുണ്യദേശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരതത്തിന് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഋഷിമാരുടെ അനുഗ്രഹത്താൽ പുണ്യമായിട്ടുള്ളൊരു ദേശമാണ്. അതുപോലെ തന്നെ അനേകം പുണ്യസ്ഥലങ്ങളും ഭാരതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് കൈലാസം എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനം. ഇപ്പോഴും കാലങ്ങളായി, വർഷങ്ങളായിട്ട് അനേകം ഋഷിമാർ അവിടെ തപം ചെയ്ത് അവരുടെ ഒരു പോസിറ്റീവ് എനർജി ആ സ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു. പറയുന്നത് ആ കൈലാസത്തിൽ എത്തിച്ചേരുക, ആ കൈലാസത്തെ ദർശിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ കൈലാസത്തിൽ എത്തിയവർ അവിടെ തപം ചെയ്ത് ആ ഋഷിമാരുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആ എനർജി അവരുടെ സാധനയ്ക്കായി ഉപയോഗപ്പെടുത്തിയ വളരെ കുറച്ച് പേരാണുള്ളത്. അങ്ങനെ പ്രയോജനപ്പെടുത്തിയ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഇന്നിപ്പം തിരുവനന്തപുരം ജില്ലയിലെ ചാക്കയിലാണ്. ചാക്കയിൽ പഞ്ചകൈലാസി ആശ്രമത്തിലെ സ്വാമി പഞ്ചകൈലാസിയാണ് ഇന്ന് നമ്മളോട് സത്സംഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൈലാസത്തിലെ ആ എക്സ്പീരിയൻസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാധനാ രീതികളെക്കുറിച്ചും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം നമ ശിവായ. സ്വാമിജി നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതത്തിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് കൈലാസം എന്ന് പറയുന്നത്. അനേകം ഋഷിമാർ അവിടെ തപം ചെയ്ത് അവരുടെ ആ ഒരു തപോബലം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും കൈലാസത്തെ സന്ദർശിക്കാനോ അതിൻ്റെ ആ ഒരു അനുഭവത്തെ അനുഭവിക്കാനോ പോകാറില്ല. അങ്ങ് പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു സാഹചര്യം പറയാം. എന്താണ് അങ്ങേക്ക് അവിടെ പോകാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ അവിടെ പോയപ്പോൾ എന്ത് അനുഭവമാണ് അങ്ങേക്ക് ഉണ്ടായതെന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ശ്രമിക്കാം. ഞാൻ കുട്ടിക്കാലം മുതൽ സ്പിരിച്വലി അല്ലെങ്കിൽ ആത്മീയമായ ഒരു പാതയാണ്. ഒരു കുടുംബക്ഷേത്രമുണ്ട്, ആൽത്തറ, അങ്ങനെ അതൊക്കെ വിളക്ക് വെച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വന്നു. പിന്നെ ഏതാണ്ട് ഒരു 28 വയസ്സായപ്പോഴത്തേക്ക് ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി ഇറങ്ങി. ഏതാണ്ട് 15 വർഷക്കാലം കർമ്മ ഫിലോസഫിയൊക്കെ സ്റ്റഡി ചെയ്തു. അതിനുശേഷം ഞാൻ പഠിച്ച സ്ഥലത്ത് നിന്നും നമുക്കൊരു രീതിയുണ്ട്. ആ ആശ്രമത്തിന് നമ്മളെ പറഞ്ഞു വിടും. വേണമെങ്കിൽ ലൗകിക ജീവിതം സ്വീകരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായ വഴി തന്നെ സഞ്ചരിക്കാൻ പറ്റും. 28ാമത്തെ വയസ്സിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ബ്രഹ്മവിദ്യ അഭ്യസിക്കാനും മറ്റും ഇറങ്ങി തിരിച്ചത്. പിന്നീട് ഈ ആശ്രമ ജീവിതത്തിന് ശേഷം നമ്മൾ ഹിമാലയത്തിലോട്ട് പോവുകയാണ് ഉണ്ടായത്. ആദ്യമായിട്ട് ശ്രീ കൈലാസമാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹിമാലയ യാത്ര ചെയ്യുന്നത് ശ്രീ കൈലാസമാണ്. അപ്പം ശ്രീ കൈലാസം ഒരു എന്താ പറയുക, അഭിമാനിച്ച അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ആ ഒരു അവിടെ എത്തിച്ചേരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. അത് 2009 ആദ്യമായിട്ട് ഹിമാലയ കൈലാസ യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് കൈലാസയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതൊക്കെ സ്പിരിച്വലിയാണ്, അത് പറയാൻ താല്പര്യമില്ല. പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ചാർധാം ചെയ്യുന്നു. ഇപ്പോഴത്തേക്ക് പിതാശ്രീ ശരീരം വിടുന്നു. പിതാശ്രീയുടെ പിന്നെ ഈ ഭസ്മം, ചിതാഭസ്മം നമ്മൾ ഗംഗോത്രിയിൽ നിമജ്ജനം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പല ഹിമാലയ യാത്രകൾ ചെയ്തു. 2012 നമ്മുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഭാരതത്തിൻ്റെ തനതായ വഴിയിലൂടെ, പാരമ്പര്യമായ വഴിയിലൂടെ, ലിബുലേഖ് പാസ് വഴി ഒരു വഴിയുണ്ടെന്നറിയാം. പക്ഷെ അതിൻ്റെ പോകേണ്ട രീതികളെ പറ്റി നമുക്ക് അറിയില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ അതിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു, സെലക്ഷൻ കിട്ടി, മെഡിക്കൽ പാസ്സായി പോകാൻ സാധിച്ചു.
ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ താമസിച്ചിരുന്ന ടെൻറ്റിൻ്റെ മേൽഭാഗത്ത് നമുക്കൊരു പോസ്റ്റർ കാണാനിടയായി. അതിന് പഞ്ചകൈലാസം, 5 കൈലാസങ്ങളുടെ ചിത്രം ഉണ്ടായിരുന്നു. 5 കൈലാസങ്ങളുടെ ചിത്രം അതിലുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് 5 കൈലാസങ്ങൾ. ഇത് ശ്രീ കൈലാസം, ഇത് മണിമഹേഷ് കൈലാസം, ഇത് ആദി കൈലാഷ്, ഇത് ശ്രീകണ്ഠ മഹാദേവ്, ഇത് കിന്നർ. അന്ന് കണ്ട പോസ്റ്റർ ഇതല്ല, ഇതുപോലത്തെ ഒരു പോസ്റ്റർ കണ്ടു. അപ്പം ഞാൻ എൻ്റെ ചെറിയ ക്യാമറയിൽ ആ പോസ്റ്ററിൻ്റെ ചിത്രം എടുത്ത് വയ്ക്കുകയും നാട്ടിൽ വന്നതിന് ശേഷം അതിൽ കണ്ട ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ അതൊരു ഭീമമായ സംഖ്യയാണ് ബാക്കി 4 കൈലാസങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. പിന്നീട് നമ്മുടെ എലിബുലി പാസ് വഴി പോയ മുംബൈയിലുള്ള സുഹൃത്തുക്കൾ മുഖേന അത്രയും പൈസ ഒന്നും ചിലവാക്കാതെ വളരെ ചുരുങ്ങിയ ചിലവിൽ ബാക്കി 4 നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് പഞ്ചകൈലാസം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയിൽ ഹിമാലയത്തിലുള്ള ചില ഗുരുക്കന്മാർ മുഖേന 2 ഗുപ്ത കൈലാസങ്ങളും കൂടെ ഉണ്ട്. മൊത്തം 7 കൈലാസമാണ്. അങ്ങനെ നമുക്കത് 7 ചെയ്യാനുള്ള ഭാഗ്യം ഈശ്വരനാൽ, ഭഗവാനാൽ നമുക്ക് വന്നുപെട്ടു. ഈ 2 കൈലാസങ്ങൾ ഗുപ്തമാണ്. അത് ഹിമാലയത്തിലെ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്തത്. അപ്പം ഗുരുവിന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേസ് ഹിമാലയത്തിൽ ഒരുപാട് നിഗൂഢ സ്ഥലങ്ങളുണ്ട്, മനുഷ്യരെത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 2 സ്ഥലങ്ങളാണിത്. അത് ഒന്ന് മുരുകൻ്റെ പേരിലാണ്, സ്കന്ദ കൈലാസം അഥവാ കുമാര കൈലാസം എന്നും, മറ്റേത് ബാണാസുര കൈലാസം എന്നും പറയും. അങ്ങനെ മൊത്തം 7 കൈലാസമാണ്. അത് 7 നമുക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. ശരിക്കും സപ്ത കൈലാസിയാണ്. അത് പിന്നെ പറയുന്നില്ല, പഞ്ചകൈലാസം എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. അങ്ങനെ 7 കൈലാസങ്ങളാണ് നമുക്ക് ഉള്ളത്. സാധാരണക്കാർക്ക് ബാക്കി 2 കൈലാസത്തെ കുറിച്ച് അറിവുണ്ടാവും? അറിയില്ല. ഇവിടെ ഇപ്പോൾ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധനായ വ്യക്തികൾക്ക് പോലും ഈ 2 കൈലാസങ്ങളെ പറ്റി അറിയില്ല. നമുക്ക് അതിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചിട്ട് ശിഷ്യത്വം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു എനിക്ക് ഉപദേശിച്ചു തന്ന ഹിമാലയത്തിലെ ഗുരുവിൻ്റെ നിർദ്ദേശമാണ്, ചില നിയമങ്ങൾ. ഇപ്പം നമ്മൾ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോഴേ എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലും മന്ത്രം ജപിച്ചിട്ട് അങ്ങനെയല്ല. ഒരു ഗുരുവിൻ്റെ അരികിൽ ഒരു ശിഷ്യൻ വന്ന് ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ ശിഷ്യപ്പെടുന്നു, അർത്ഥം ഗുരുവിൻ്റെ മുന്നിൽ അദ്ദേഹം സമർപ്പണം ചെയ്യുന്നു എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സെൽഫില്ല, അങ്ങനെയാണ്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വ്യക്തി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൈമാറും ഗുപ്ത കൈലാസം. സ്വാമിജി, ഇപ്പം പല ആശ്രമങ്ങളും ഹിമാലയ യാത്രയുടെ ആ ഒരു തീർത്ഥാടനം വയ്ക്കാറുണ്ട്, എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. ശരിക്കും ഈ ഹിമാലയ തീർത്ഥാടനം തുടങ്ങിയത് എപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം, അതിൻ്റെ ഒരു ലക്ഷ്യം എന്തായിരിക്കും, ആ ഒരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് വിശദീകരിക്കും. ശ്രമിക്കും. മുഖ്യമായിട്ട് ഹിമാലയ യാത്ര അല്ലെങ്കിൽ കൈലാസ യാത്രകൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് ഒരു ഹിമാലയം നമ്മളെ മാടി വിളിക്കും. നമുക്ക് എല്ലാവർക്കും, ഭക്തനും ഭക്തി ഇല്ലാത്ത ആൾക്കാരെയും ഹിമാലയം മാടി വിളിക്കും. അപ്പം നമ്മൾക്കൊരു അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കൈലാസ യാത്ര ചെയ്യുമ്പോൾ എന്തിനെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല, പിന്നീടാണ് ലക്ഷ്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് പാണ്ഡവര് കുട്ടികൾക്കൊക്കെ അധികാരങ്ങൾ കൈമാറി ഇവർ മഹാപ്രസ്ഥാനത്തിനിറങ്ങും, മഹാപ്രസ്ഥാനത്തിന് ഇറങ്ങുന്നുണ്ട്. അത് ഇവര് ഭഗവാനെ അന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത്, ശിവഭഗവാനെ അന്വേഷിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, അർജുനനും കൃഷ്ണനുമായിട്ടുള്ള ബന്ധങ്ങളും സുഹൃത്ത് ബന്ധമായാലും സ്നേഹബന്ധമായിരുന്നാലും അതല്ല രക്തബന്ധമായിരുന്നാൽ കൂടിയും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് കൃഷ്ണൻ. എന്നിട്ട് പോലും ഇവർക്ക് വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഉപദേശം ഇതാണ്, അവർ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പാപകർമ്മങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൈകുണ്ഠത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാപഹരേശ്വരൻ്റെ പ്രസാദം വേണം. പാപഹരേശ്വരൻ നമ്മുടെ പാപങ്ങളെല്ലാം ഹരിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കൂ.
ഒന്നുകിൽ വൈകുണ്ഠത്തേക്ക് പോവുക, അല്ലെങ്കിൽ ശിവലോകത്തേക്ക് പോവുക. ഇതൊക്കെയാണ് ഓരോ മനുഷ്യരുടെ. സന്യാസി നമ്മുടെ കണക്കുള്ള ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ ലയിക്കുക അസംഭവ്യമാണ്. ലയനം അങ്ങനെ ഒരു പ്രക്രിയയില്ല. സമീപത്ത് എത്തുക, അല്ലെങ്കിൽ പരമാത്മാവിന് ആ ഗുണങ്ങൾ ശക്തികൾ ഇങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് പിന്നീട് അങ്ങോട്ട് സംസാരിക്കാം. അപ്പോൾ പാണ്ഡവര് ഭഗവാനെ തിരക്കി ആദ്യം ശ്രീ കൈലാസത്തിൽ പോകുന്നു, പിന്നീട് ആദി കൈലാസത്തിൽ പോകുന്നു, അതും കഴിഞ്ഞിട്ട് ശ്രീകണ്ഠ മഹാദേവ് കൈലാസം, അത് കഴിഞ്ഞിട്ട് കിന്നർ കൈലാസം, പിന്നെ മണിമഹേഷ് കൈലാസം, ഈ 5 കൈലാസത്തിൽ പോകുന്നു. പക്ഷെ ഭഗവാൻ ഇവരുടെ ആഗമനം കാണുന്ന അദ്ദേഹത്തിന് അറിയാമല്ലോ, അവിടെ നിന്ന് തെന്നിമാറിക്കളയും. ഇവർക്ക് ദർശനം കൊടുക്കുന്നില്ല. കാരണം ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇവർ കാണിച്ച ചെറിയ ചെറിയ തെറ്റുകൾ, വളരെ ചെറിയ ചെറിയ തെറ്റുകൾ ഭഗവാൻ അത്ര രസിച്ചിട്ടില്ല. ആ കാരണം കൊണ്ട് അദ്ദേഹം ശിവൻ മാറിക്കളയും. അങ്ങനെ ഇപ്പോഴും നമ്മുടെ കേദാർനാഥ് ഇരിക്കുന്ന സ്ഥലത്ത് പാണ്ഡവരെത്തുന്നു. അപ്പോൾ അവിടെ ഒരു പുൽമൈതാനത്തിൽ ഒരു കൂട്ടം പൈക്കൾ മേയുന്ന കാണാം. പാണ്ഡവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ ബാക്കി സഹോദരന്മാരോട് പറയും, ഈ പൈക്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാൽക്കാലികളുടെ കൂട്ടത്തിൽ ഒരു ആൾ ഭഗവാനാണ്. നന്ദിയുടെ രൂപം, ഋഷഭത്തിൻ്റെ രൂപം പൂണ്ട് നിൽക്കുകയാണ്. നമുക്ക് അതിനെ തിരിച്ചറിയണം, അതിനെ നമുക്ക് പിടിക്കണം എന്ന് തീരുമാനിക്കും. അപ്പോൾ അതിന് യുധിഷ്ഠിരൻ തന്നെ കണ്ടെത്തിയ ഒരു യുക്തി എന്ന് പറയണത്, ഈ ഋഷഭം, ശിവനാകുന്ന രൂപം മാറിയ ഋഷഭം നമ്മളെ കാണുമ്പോൾ, അതായത് പാണ്ഡവരെ കാണുമ്പോൾ അകന്നു പോകും. കാര്യം നീരസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതൊരു ഋഷഭമാണോ ഈ കൂട്ടം വിട്ട് മാറിപ്പോകുന്നത് അത് ഭഗവാനാണെന്ന് കൺഫേം. അതുപോലെ തന്നെ സംഭവിക്കുകയും ഈ നീങ്ങിപ്പോയ ഋഷഭത്തിൻ്റെ ആ കുറുകിലൊരു മോഴയുണ്ടല്ലോ, അതിൽ ഭീമൻ കയറി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഋഷഭം, ഈ കാള 5 സ്പ്ലിറ്റായി പോയി എന്നാണ് പറയണത്. ഭൂമിക്കടിയിലൂടെ പോയി എന്നും പറയുന്നുണ്ട്. ഈ 5 ഭാഗം 5 സ്ഥലത്ത് വീഴുന്നു. അതിലൊരു ഭാഗമാണ് ഈ ഭീമൻ പിടിച്ച മോഴ. അത് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുക ചെയ്യണേ. കേദാർനാഥിലെ ശിവലിംഗം നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഈ കാളയുടെ മുഴയാണ് അത് കിട്ടിയതാണ് ഇരിക്കുന്നത്. ബാക്കി മുഖം ജഡ ഒരിടത്ത് വീണു, മുഖം ഒരിടത്ത് വീണു, നെഞ്ചൊരിടത്ത് വീണു, കാലൊരിടത്ത് വീണു. ഈ 5 സ്ഥലങ്ങൾ അവർ വീണ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഓരോ സ്ഥലത്തും ശിവലിംഗങ്ങൾ, ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചു. ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതിന് ശേഷം അവിടെ പൂജ നടത്തി ശിവപ്രീതി നടത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൈലാസങ്ങൾ അല്ലെങ്കിൽ ഹിമാലയം കയറി ഇറങ്ങുന്നത്. എന്നിട്ട് അതിനുശേഷം ഇവർ ബദ്രിയിലെത്തും. അതായത് പഞ്ചകേദാരങ്ങൾ എന്ന് പറയുന്നത് കേദാർനാഥ്, മത്തുമഹേശ്വർ, കൽപേശ്വർ, രുദ്രനാഥ്, തുംഗനാഥ്. ഇതാണ് 5 കേദാർ, പഞ്ചകേദാർ എന്ന് പറയും. പിന്നെ ഇതിനിടയിൽ പഞ്ചബദരി വരും, സപ്തബദരി വരും, പഞ്ചപ്രയാഗ് വരും. ഇത് ഒരു ഗ്രൂപ്പ് യാത്രയാണ്, ഒരു പാക്കേജാണ് ഈ യാത്ര. പാക്കേജ് അല്ല, ഈ പോണ വഴികളിലാണ് ഇതെല്ലാം. അപ്പോൾ അറിയത്തക്കവർ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ വരുന്ന കാര്യം ഇതാണ്. അപ്പോൾ രുദ്രനാഥിലൊക്കെ പാണ്ഡവർ 5 പേർക്കും അവിടെ പൂജയുണ്ട്, ഈ പാണ്ഡവർ പ്രതിഷ്ഠിച്ചത് കാരണം. അതിനുശേഷം ഇവർ നേരെ ഇപ്പോഴത്തെ ബദരിയിൽ വരും. ബദരിയിൽ വന്ന് പിന്നെ ബദരിനാഥൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് അവിടെ നിന്ന് മാനാ വില്ലേജ് വഴി സ്വർഗാരോഹണി ചെയ്യും. ഇതാണ് റൂട്ട്. ഇപ്പോൾ നമുക്കറിയാം, സ്വർഗാരോഹണി പോകുമ്പോഴത്തേക്ക് പാണ്ഡവർ ഓരോരുത്തരായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ മാനയിൽ നകുല സഹദേവന്മാർ വീഴുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭീമൻ വീഴുന്നത് പിന്നെ സതോപാന്ത്. അത് കഴിഞ്ഞ് യുധിഷ്ഠിരൻ മാത്രം സ്വർഗാരോഹണി പോകുന്നു. അതും നമുക്ക് ചെയ്യാൻ സാധിച്ചു. സ്വർഗാരോഹിണി നമ്മൾ ഇതെല്ലാം കണ്ടതാണ്, ചെയ്തതാണ്. അങ്ങനെ ഈ റൂട്ടിലൂടെയാണ് പാണ്ഡവർ സ്വർഗാരോഹണി ചെയ്തത്. നമ്മുടെ പ്രത്യേകത, ഈ വാനപ്രസ്ഥ സമയത്ത് പാണ്ഡവർ ഏതൊക്കെ റൂട്ടിലൂടെയാണോ സഞ്ചരിച്ചത് അതേ റൂട്ടിലൂടെ സ്വർഗാരോഹിണി വരെ സഞ്ചരിച്ച, അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇത് പോയത് കാരണം തന്നെ അവിടെയുള്ള അവിടെ വെച്ച് നോക്കുക ഗുരുക്കന്മാരെ കിട്ടും. ഇവർ ചിലർ നമ്മളെ കാണുമ്പോൾ വിളിക്കും. ആദ്യമൊന്നും ഞാൻ പോലും ഈ പേടിയല്ല, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇവരൊക്കെ കഞ്ചാവ് വലിക്കുന്ന. എങ്കിലും ഇവർ വിളിക്കുമ്പോൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നീട് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാണ്
നമുക്ക് ഹിമാലയത്തിൽ ഗുപ്തമായിട്ടുള്ളതും ആർക്കും അറിഞ്ഞാത്തയും കാര്യങ്ങൾ ഇവർക്കറിയാം. ഇവർ വിളിക്കുമ്പോൾ പോയി അടുത്ത സ്നേഹത്തോടു കൂടി നിന്ന് അവരെ അനുസരിച്ചൊക്കെ നിന്നാൽ, ഭയഭക്തി ബഹുമാനത്തോട് നിന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ഉപദേശം തരും. അങ്ങനെയാണ്. അപ്പോൾ ഈ സ്വർഗാരോഹിണി വരെ നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രയുടെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. ചിലർ പറയും സ്വർഗത്തേക്ക് പോകണമെന്ന്. സ്വർഗത്തേക്ക് അതൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ആ സ്വർഗത്തേക്ക് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സ്വർഗത്തേക്ക് നമ്മൾ ഈ രൂപത്തിൽ പോകത്തില്ല. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. മോക്ഷപ്രാപ്തിയാണ് പ്രധാനമായും ഈ ഹിമാലയ യാത്ര, അല്ലെങ്കിൽ പഞ്ചകൈലാസ യാത്ര, അല്ലെങ്കിൽ സപ്തകൈലാസ യാത്രയിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ഹിമാലയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. അതെ, ശരിക്കും നമ്മൾ ഈ ഒരു മനോഭാവത്തോടുകൂടിയാണ് ആ തീർത്ഥാടനം ചെയ്യുക എന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ഇനി പോകുന്നവർ, ഇത് കേൾക്കുന്നവർ, ശ്രമിക്കുന്നവര് ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഉചിതമായിരിക്കും. ഇപ്പം സ്വാമിജി, കൈലാസം എന്ന് കേൾക്കുമ്പം നമുക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ മഹാദേവനെയാണ്. അപ്പം മഹാദേവനെ കുറിച്ചുള്ള ഒരു സങ്കല്പം അങ്ങയുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ, അങ്ങ് ഹിമാലയ യാത്ര അല്ലെങ്കിൽ ആ തീർത്ഥാടനം ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നൊരു സങ്കല്പവും അതിനുശേഷം അങ്ങേക്ക് അനുഭവപ്പെട്ട മഹാദേവന്റെ ആ ഒരു സങ്കല്പത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാകാം, അതല്ല അല്ലാത്തവരാകാം. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ അറിവ് വർദ്ധിച്ചു വരും. പല രീതിയിൽ അറിവ് വർദ്ധിച്ചു വരും. നമ്മൾ കഴിഞ്ഞ കാലം നോക്കുമ്പോഴത്തേക്ക് ആ അറിവായിരിക്കില്ല ഇപ്പോഴത്തെ അറിവ്. പ്രകൃതി മാറ്റം, പ്രകൃതി നിയമം എന്ന് പറയും കണക്ക് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അറിവ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ശ്രീ കൈലാസം. ഇവിടെ നമുക്ക് കൈലാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഒരു അമ്പലമല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇത് പർവ്വതങ്ങളാണ്, എല്ലാ കൈലാസവും പർവ്വതങ്ങളാണ്. ശിവ ഭഗവാനും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീ കൈലാസത്തിൽ പാർവതിയും പരമേശ്വരൻ, ശിവ പരിവാര, ഗണപതി, മുരുകൻ, നന്ദി, ഭൃങ്കി, ഇങ്ങനെയുള്ള ഭൂതഗണങ്ങൾ, അങ്ങനൊരു സങ്കല്പമാണ് ശ്രീ കൈലാസത്തിൽ. അത് നേരെ നമ്മൾ ആദ്യ കൈലാസത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, ആദ്യ കൈലാസം സതീദേവിയും പരമശിവനും. മനസ്സിലായല്ലേ? സതീദേവിയും പരമശിവനും വിവാഹ അനന്തരം വസിച്ചിരുന്ന സ്ഥലം ഇതിൻ്റെ പരിസരമായിരിക്കും. ഒരുപക്ഷെ അന്ന് ഈ കൈലാസം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, നിരപ്പായ സ്ഥലമായിരിക്കാം, പ്രകൃതിക്ഷോഭത്തിൽ പിന്നീട് ഇങ്ങനെയൊക്കെ മനുഷ്യവാസം അല്ലാതായതൊക്കെ ആയിരിക്കാം. ബാക്കി ഇതെല്ലാം തന്നെ ഓരോ ആൾക്കാർ തപസ് ചെയ്ത സ്ഥലങ്ങളും ഇവരുടെ ശിവപരിവാരത്തിൻ്റെ തന്നെ നമ്മൾ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന കണക്കാണ്. 10 ദിവസം അവിടെ പോയി താമസിക്കുക, 10 ദിവസം അങ്ങനെ. ഈ ശിവ കുടുംബത്തിൽ നമുക്ക് അറിയാൻ പറ്റും, പാർവതിയും ഭഗവാനായിട്ടൊക്കെ പിണങ്ങിയൊക്കെ പോകുന്നുണ്ട്, ഒളിച്ചൊക്കെ പോയി താമസിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ 5 കൈലാസങ്ങൾ. ഇനി ഇത് കിന്നർ കൈലാസം എന്ന് പറയുന്നത് കിന്നരന്മാരെന്ന് പറയുന്ന വിഭാഗം, അവരുടെ കൈലാസം. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ കൈലാസം അല്ലെങ്കിൽ നമ്മുടെ അമ്പലം എന്ന് പറയുന്നതൊക്കെ അവർ വിശ്വസിക്കുന്നത് ഇതാണ് യഥാർത്ഥ കൈലാസം എന്നാണ്. ഇത് മണിമഹേഷ്, ശരിക്കും അയ്യപ്പൻ മണികണ്ഠൻ ഇത് ശ്രീകണ്ഠ മഹാദേവ് കൈലാസം എന്ന് പറയുന്നത് നമ്മുടെ ഭസ്മാസുരനുമായിട്ട് ബന്ധപ്പെട്ട കഥ നടക്കുന്ന സ്ഥലമാണ് ശ്രീകണ്ഠ മഹാദേവ് കൈലാസം. ഇവിടെ വെച്ചാണ് ഭസ്മാസുരനെ വധിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഭസ്മാസുരൻ ഭഗവാനെ അണിയാനുള്ള ഭസ്മം കൊണ്ടു കൊടുക്കുന്ന സേവ ചെയ്തുകൊണ്ടിരുന്നു. 1-2 ദിവസങ്ങളിൽ ഭസ്മം കിട്ടുന്നില്ല. അപ്പോൾ ഭസ്മാസുരൻ ഭഗവാനോട് പറയും, അങ്ങ് എനിക്കൊരു വരം തരിക, ഞാൻ ആരെ കൈ കാണിക്കുന്നു അയാൾ ദഹിച്ചു പോകും, അപ്പോൾ എനിക്ക് ഭസ്മം കിട്ടും. അപ്പോൾ അങ്ങേക്ക് ഡെയിലി ഭസ്മം ഇഷ്ടം പോലെ മനസ്സിലോടെ ഭഗവാൻ അങ്ങനെ ഒരു വരം കൊടുക്കുന്നു. അപ്പോൾ ആ വരം കിട്ടിയതിന് ശേഷം ഈ ഭസ്മാസുരന് പാർവതിയോടൊരു മോഹം ഉദിക്കുന്നു. അപ്പോൾ പാർവതി ദേവിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭസ്മാസുരൻ ഭഗവാന്റെ നേരെ ഈ വരം പ്രയോഗിക്കുന്നു. ഭഗവാൻ നടന്ന് പലായനം ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് കഥ. എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. അവിടെ വെച്ച് ഭസ്മാസുരൻ മരിക്കുന്നു. നമ്മൾ ഈ ശ്രീകണ്ഠ കൈലാസത്തിൽ പോകുമ്പോഴത്തേക്ക് ഭസ്മാസുരൻ മരിച്ച സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ചുവന്ന ബ്ലഡിൻ്റെ നിറത്തിലാണ് അവിടെ ആ അരുവിയിൽ നിന്നും ജലം വരുന്നത്. വിഷ ദ്രാവകം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അതിനടുത്ത് തന്നെ മറ്റൊരു അരുവിയുണ്ട്, അവിടെ നിന്ന് തീർത്ഥജലമാണ് വരുന്നത്. 20-30 ഫീറ്റ് വ്യത്യാസമേ ഉള്ളൂ.
ഇത് മണിമഹേഷ് കൈലാസം. ഇവിടെ വെച്ച് മോഹിനി ശിവൻ സംഗമം എന്ന് പറയുന്നില്ലേ. അതിനുശേഷം മണികണ്ഠൻ ജനിക്കുന്നത് ഇവിടെ എന്നാ പറയപ്പെടുന്നത്. ശരിക്കും ഭഗവാന്റെ ഭക്തനായിരുന്നു, തീർത്തും ഭഗവാന്റെ ഭക്തനായി. പിന്നീട് നമ്മൾ അറിവിൻ്റെ മാർഗത്തിൽ വരുമ്പോഴത്തേക്ക് ശിവൻ എന്ന് പറഞ്ഞ ശവമാകാത്തവൻ എന്നാണ്, മരണമില്ലാത്ത ആൾ എന്നാണ്. അത് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ വ്യാസ സൃഷ്ടിയാണ്. ഈ കാണുന്ന ചിത്രം, ഈ രൂപം വ്യാസന്റെ സൃഷ്ടിയാണ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓരോ പുരുഷാർത്ഥികളും പുരുഷാർത്ഥം ചെയ്യുന്നത് വ്യാസൻ പറഞ്ഞ രീതികളിൽ വ്യാസൻ സൃഷ്ടിച്ച ദേവതകളിലൂടെയാണ് ആയിരിക്കും. മേ ബി ചിലർ ദേവിയെ, ചിലർ മുരുകനെ, ചിലർ അയ്യപ്പനെ. ഇതെല്ലാം വ്യാസന്റെ സൃഷ്ടിയാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വ്യാസന്റെ കാലഘട്ടത്തിന് മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. ബ്രഹ്മ വിഷ്ണു ശങ്കർ ഇല്ലായിരുന്നു. ഈ ബ്രഹ്മ വിഷ്ണു ശങ്കർ വ്യാസന്റെ സൃഷ്ടിയാണ്. അപ്പോൾ എല്ലാവരെ കണക്ക് ഞാനും ശിവഭക്തനാണ്, ഇപ്പോഴും ശിവഭക്തൻ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പുള്ള ചരിത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് എന്തായിരുന്നു എന്ന് നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി. അത് നിരന്തരമായിട്ടുള്ള ഈ ട്രാക്കിലുള്ള യാത്രയിലൂടെ മനസ്സിലായതാണ്. ഒരുപാട് ശ്രമിച്ചിട്ട് പലരിൽ നിന്നും കിട്ടിയ അറിവാണ്. അപ്പോൾ ശിവഭക്തൻ തന്നെയാണ്. പക്ഷെ ഇപ്പോഴേ എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, ശിവ എന്ന് പറഞ്ഞാൽ ഇതാണ്. ശിവ പരമാത്മ, സുപ്രീം സോൾ എന്ന് പറയും. ഇതാണ് ശിവ. ജനന മരണരഹിതൻ. ഈ എന്താ പറയുക, പ്രപഞ്ചത്തിലുള്ള നമുക്കറിയാം കോടാനുകോടി അണ്ടങ്ങളുണ്ട്. അതിൽ ഒരു അണ്ടത്തിലാണ് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയും മറ്റുമൊക്കെ. അങ്ങനെ കോടാനുകോടി അണ്ടങ്ങൾക്ക് പ്രവർത്തിക്കാൻ, ചലിക്കാൻ ഊർജം കൊടുക്കുന്നത് പരമാത്മാവാണ്. നമ്മൾ അധിവസിക്കുന്ന ഭൂമി, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, സൂര്യൻ, ഇതെല്ലാം കൂടെ അങ്ങനെ കോടിക്കണക്കിന് സൗരയൂഥങ്ങളെല്ലാം കൂടെ പരമാത്മാവിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണേ. ഇതെങ്ങോട്ടോ പോകണമെന്നാണ് പറയുന്നത്. ഇതാണ് പരമാത്മാവ്. ഇത് ജനന മരണരഹിതൻ എന്ന് പറയും. നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ആത്മാക്കൾ ജനന മരണ ചക്രത്തിൽ വരും. ആത്മാവിന്റെ രൂപവും ഇത് തന്നെയാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇത് എത്രയോ കോടി ഇരട്ടിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ആത്മാവും അതുപോലെ തന്നെയാണ്. അപ്പോൾ പരമാത്മാവാണ് ഇതിനെല്ലാത്തിനും പവർ കൊടുക്കുന്നത്. ഈ പരമാത്മാവിനെയാണ് നമ്മൾ സദാശിവൻ എന്ന് പറയുന്നത്. ശവമാകാത്തവൻ ആയതുകൊണ്ട് സദാ ഏകരസത്തിലിരിക്കുന്നതുകൊണ്ട്, എപ്പോഴും ഏകരസത്തിലിരിക്കുന്നതുകൊണ്ട്, ജനനമരണ ചക്രത്തിൽ വരാത്ത ജരാനരകൾ ബാധിക്കാത്തതുകൊണ്ട്, ശരീരം ഉണ്ടെങ്കിലല്ലേ ജരാനരകൾ ബാധിക്കുള്ളൂ. ഇതങ്ങനെയൊന്നുമില്ല, സ്ഥായി. അദ്ദേഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം കർമ്മം ചെയ്യുന്നില്ല. അകർമാവ്, അകർത്താവ്, അഭോക്താവ് എന്നൊക്കെയാണ് പറയുന്നത് ശിവന്. ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശിവപുരാണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളുണ്ട്. ഇത് ഒരു സെക്കൻഡ് പാർവതി ദേവി ശിവന്റെ കണ്ണടയ്ക്കുന്നു, പ്രപഞ്ചം നിശ്ചലമായി എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒരു സെക്കൻഡ് പോലും ഭഗവാൻ ഫ്രീ ആകത്തില്ല. ഇപ്പം നമ്മൾ ഭഗവാനെ എനിക്ക് അത് തരണം, ശരിക്കും ഭഗവാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു വ്യക്തിയുടെ കാര്യം നോക്കലല്ല ഭഗവാന്റെ ഒപ്പം. ശരിക്കും ഒരു ഭക്തനൊന്നും ആവശ്യപ്പെടുകയില്ലെന്ന് അറിയാലോ, ഒന്നും ആവശ്യപ്പെടില്ല. ഇതൊക്കെ നമുക്ക് വന്ന് ചേരുന്നതാണ്. അപ്പം ഇതാണ് ശിവ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബാക്കി നമ്മൾ നേരത്തെ കാണിച്ച ശിവ ഇതെല്ലാം ഒരു സാങ്കല്പിക രൂപമാണ്. ജഡയ്ക്ക് ഓരോന്ന് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ഇതൊരു അമ്മ പ്രസവിച്ച തുടക്കത്തിലൊരു ഭക്തന് ഇത് വേണം. ഇത് തെറ്റെന്നല്ല പറയുന്നത്, ഇത് തെറ്റെന്നല്ല, ഇതിൽ നിന്നും ഇങ്ങോട്ട് വരും. ഇത് തന്നെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പൊ ഇനി ചോദിക്കാം, വ്യാസന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വ്യാസന് മുമ്പ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വേണമെങ്കിലും പറയാം. തീർച്ചയായും അതിന്റെ ഒരു ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ? ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ പറയാനാണ്, എന്നിട്ട് ഇടയ്ക്ക് വിട്ടുപോകും. പറയൂ അങ്ങ് പറഞ്ഞോളൂ. ശരി. വ്യാസന് മുമ്പ്
എന്തായിരുന്നു എന്ന് ചോദിച്ചിരുന്നാൽ, വ്യാസന്റെ കഥ നമുക്കറിയാമല്ലോ. വ്യാസൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ജനിച്ചു ഉടനെ തന്നെ വലുതായി അങ്ങ് പലായനം ചെയ്തു ഹിമാലയത്തിലോട്ട് പോയി എന്നാണ്. അങ്ങനെയല്ല. നമ്മളൊക്കെ ജനിക്കും കണക്ക് ഒരമ്മ 10 മാസം അല്ലെങ്കിൽ അത്രയും സമയമെടുത്ത് കുഞ്ഞിന് ജന്മം കൊടുത്തു. അറിയാം, മത്സ്യ കുടുംബമാണ് അല്ലേ, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇവിടെ സംഭവിച്ചത് പരാശര മുനി ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ അത് മനസ്സിലാക്കിയ വീട്ടുകാർ അവർ പിന്നെ ഇങ്ങനത്തെ ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ കുടുംബ മര്യാദ അനുസരിച്ചിട്ട് ഈ മത്സ്യഗന്ധിയെ വീട്ടിൽ നിന്നും പുറന്തള്ളുന്നു. അപ്പോൾ ആ നദിയുടെ ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്നു ഈ സ്ത്രീ, വ്യാസൻ്റെ അമ്മ. അവിടെ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നു. കുഞ്ഞിന് വളരെ പ്രശ്നമാണ്. ഇവർക്ക് മെയിൻലാൻഡിൽ ഈ ദ്വീപ് കടന്ന് ഇപ്പുറത്ത് വരാക്കത്തില്ല. ആൾക്കാർ കല്ലെറിയും, കുട്ടികൾ കൂവി വിളിയും, ഭയങ്കര പ്രശ്നമാണ്. വസ്ത്രമില്ല, ആഹാരമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ ഈ കുട്ടി ഇങ്ങനെ വളരെയാണ്. അത് മീനൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ജീവിതമാണ്. വളരെ ക്ലേശിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിതം നടന്നു വരുന്നത്. അപ്പോൾ ഈ കുട്ടി സംസാരിക്കാറായി, ഭയങ്കര ബുദ്ധിശാലിയാണ്. ചോദിക്കും, എന്താണ് പ്രശ്നം? ഞാൻ അപ്പുറത്ത് പോയി അപ്പുറത്തെ പിള്ളേരെന്നെ കല്ലെറിയും, എനിക്ക് നദി ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, മെയിൻലാൻഡിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു. അപ്പോൾ അമ്മയ്ക്കൊന്നും പറയാനില്ല, മരുന്ന് കരയും. ഒരു അറിവ് എത്തിയപ്പോഴത്തേക്ക് ഇയാൾക്ക് കാര്യം പിടികിട്ടുന്നു. അയാളൊരു ശപഥം എടുക്കും, എൻ്റെ അമ്മയ്ക്കും എനിക്ക് ഈ ഗതി വരുത്തിയ എൻ്റെ അച്ഛൻ പരാശരമുനി, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു വേദശാഖയുണ്ട്, വേദത്തിൻ്റെ ശാഖ നശിപ്പിച്ചു കളയുന്നത് ശപഥം ചെയ്യാൻ. എന്നിട്ടാണ് പലായനം ചെയ്യുന്നത്. പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, ആ ഒരു പരമ്പര, ഇദ്ദേഹത്തിൻ്റെ പരാശരമുനിയുടെ ആ വേദശാഖയും ഫുൾ നശിപ്പിച്ചു കളയും. അദ്ദേഹം 5 വേദങ്ങളുണ്ട്, അറിയോ? 5 വേദങ്ങൾ. അറിഞ്ഞിടാത്ത ഒന്നിൻ്റെ പേര് പറയാം, പ്രണവ വേദം. 5 വേദങ്ങൾ. യഥാർത്ഥത്തിൽ സൃഷ്ടിയിലെ പരമാത്മാവ് സൃഷ്ടിക്കുന്നത് ബ്രഹ്മ വിഷ്ണു ശങ്കരനെ അല്ല. ഇദ്ദേഹം സൃഷ്ടിക്കുന്നത്, മനുഷ്യ സൃഷ്ടിക്കുന്നത് പഞ്ചബ്രഹ്മന്മാരെയാണ് സൃഷ്ടിക്കുന്നത്. പഞ്ചബ്രഹ്മന്മാരെന്ന് പറയും. അവര് 5 ശാസ്ത്രങ്ങൾ, 5 വേദം, 5 ശാസ്ത്രം, 5 യുഗമായിരുന്നു. ഇപ്പോൾ 4 യുഗമായി. അതും വ്യാസ സൃഷ്ടിയാണ്. അപ്പോൾ വ്യാസന് ഒരു യുഗം കട്ട് ചെയ്തു, ഒരു വേദം കട്ട് ചെയ്തു, ഒരുപാട് കട്ട് ചെയ്തു. 5 ഋഷികളായിരുന്നു. ഈ പഞ്ചബ്രഹ്മന്മാര് തപസ്സിലൂടെ 5 ഋഷികളായിട്ട് മാറും. അതിനെ 7 ഋഷികളാക്കി മാറ്റി എല്ലാം പരിവർത്തനം ചെയ്തു, ഫുൾ പരിവർത്തനം ചെയ്തു. അതാണ് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഇന്ന് നമ്മൾ എന്ത് പഠിക്കുന്നുവോ, എന്ത് ആരാധന ചെയ്യുന്നുവോ, ഏത് പുസ്തകം വായിക്കുന്നുവോ, എല്ലാം വ്യാസന്റെ ഉച്ഛിഷ്ടമാണ്. അതിന് മുമ്പുള്ളത് നമ്മളെല്ലാം നമുക്ക് അറിഞ്ഞൂടാ, അങ്ങനെ ആയിപ്പോയി. അപ്പോ ഇത് വിരാട് വിശ്വബ്രഹ്മ എന്ന് പറയും. വിശ്വകർമാവല്ല, വിരാട് വിശ്വബ്രഹ്മ. ഇതില് 5 ശിരസ് നമുക്ക് കാണാൻ പറ്റും. 5 യുഗങ്ങളെ സൂചിപ്പിക്കുന്നു, 5 വേദങ്ങളെ സൂചിപ്പിക്കുന്നു, 5 ഋഷികളെ സൂചിപ്പിക്കുന്നു. ഇപ്പം പറഞ്ഞില്ലേ, പഞ്ചബ്രഹ്മന്മാരെ സൃഷ്ടിക്കുന്നു. അവര് അന്ന് അവരുടെ ശാഖ വന്നിട്ട് മരം, അന്ന് മനുഷ്യന് സൃഷ്ടി തുടങ്ങിയതേ ഉള്ളൂ. മനുഷ്യന് ഭവനങ്ങൾ വയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇരുമ്പ്, സ്വർണം, തടിയ, ശില, ഇങ്ങനെ 5 ശാഖകളായിട്ടാണ് ഈ 5 ബ്രഹ്മന്മാർ അവരുടെ വംശാവലിയെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതൊക്കെ വ്യാസൻ ഇല്ലാതാക്കിയല്ല, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ഇന്ന് കലിയുഗത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് വ്യാസന്റെ റോളാണ്. ഞാൻ വ്യാസനെ കുറ്റം പറയുന്നതല്ല, അത് ചെയ്തേ പറ്റും. മനസ്സിലായല്ലേ? ഇനി തിരിച്ച് ഇതിലോട്ട് പോകും, ഇതിലോട്ട് വരണം, ഇനി പരമാത്മാവിലോട്ട് വരണം. എല്ലാവരും വരില്ല, കോടിയിൽ കുറച്ച് പേരെ വരും. ഇപ്പോൾ ഇത്രയും കോടി ആൾക്കാരുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം, ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം, ചിലപ്പോൾ കേട്ടിരിക്കാം, എനിക്കറിയില്ല. താങ്കൾ ആദ്യമായിട്ടാണോ കേൾക്കണമെന്ന് അറിയില്ല. അങ്ങനെ വളരെ കുറച്ച് പേര് മാത്രമേ ഇതെടുക്കും. പരമാത്മാവിലോട്ട് തിരിച്ചു വരണം. പരമാത്മാവിലോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മബോധം വരണം. ആത്മബോധം നമ്മൾ പറയാം, നമ്മൾ ഒരുപാട് സമയം ധ്യാനിച്ചു. നിങ്ങൾ ആരെയാ ധ്യാനിച്ചത്? അത് കൃഷ്ണനെ ധ്യാനിച്ചു, അല്ലെങ്കിൽ രാധയെ ധ്യാനിച്ചു, അല്ലെങ്കിൽ ദേവിയെ ധ്യാനിച്ചു. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ
ദേഹവുമായിട്ടല്ല ധ്യാനം വരുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പ്രണയിക്കുന്ന ഒരു ജോഡികൾ പരസ്പരം ഓർമ്മിക്കാറാണ്, ദൂരെ ഇരുന്ന് ഓർമ്മിക്കുക, അത് ധ്യാനമാണ്. പക്ഷെ നമ്മൾ സ്പിരിച്വലി അതിൻ്റെ അർത്ഥം അതല്ല. നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായിട്ട് സഞ്ചരിക്കുകയും വാക്കുകൾക്ക് ഭൗതികമായ അർത്ഥം കൊടുക്കുകയും ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ഭൗതികതയുണ്ട്. നമ്മൾ എല്ലാവരും സ്പിരിച്വൽ വഴിയിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ സ്പിരിച്വൽ അർത്ഥം എടുക്കില്ല, ഭൗതികമായ അർത്ഥം എടുക്കുന്നു. അങ്ങനെയായിരിക്കും താരതമ്യം ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. അതെ. അപ്പോൾ അത് മാറണം. ഇപ്പം നമ്മൾ പറയും ഞാൻ ആത്മാവാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ആത്മാവാണെങ്കിൽ എന്താണ് താങ്കളുടെ വിശേഷത എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അങ്ങ് പറയുക? അപ്പോൾ അതിനിങ്ങനെയാണ്, ഓരോ വസ്തുവിനും ഓരോ ക്വാളിറ്റി ഉണ്ട്, ഗുണങ്ങളുണ്ട്, രൂപം, നാമം ഇല്ലേ ഒക്കെ ഉണ്ട്. ഇപ്പം സോളിനും ആത്മാവിനും നാമമുണ്ട്, ആത്മാ, രൂപമുണ്ട്, ജ്യോതിർസ്വരൂപൻ, അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ സന്തതിയാണ്. അപ്പം പരമാത്മാവിൻ്റെ അതേ രൂപമാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വ്യത്യാസം. ആത്മാക്കൾ പല ക്വാളിറ്റി ഉണ്ട്, പലതരം ആത്മാക്കളുണ്ട്. ധർമാത്മാക്കൾ, പുണ്യാത്മാക്കൾ, സാധാരണ ആത്മാക്കൾ, ദേവാത്മാക്കൾ, അങ്ങനെ ഒരുപാട് ആത്മാക്കളുണ്ട്. ഇവരുടെ എല്ലാം ക്വാളിറ്റിക്ക് വ്യത്യാസം. നമ്മൾ 10 കുടം ഇരിക്കുന്നു എന്ന് പറയും പോലെ 10 കുടത്തിലും വെള്ളമുണ്ട്, ചെറിയ കുടം, അങ്ങനെ 10 കുടവും 10 സൈസാണെങ്കിൽ ഓരോ കുടത്തിലും ഇരിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉള്ളതുപോലെ സോളിനും ഈ വ്യത്യാസം. ഇപ്പം നമുക്ക് സോൾ കോൺഷ്യസിൽ ഇരിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ സോൾ കോൺഷ്യസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരു ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കില്ല. സോൾ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ സോളിൻ്റെ ധർമ്മങ്ങളാണ്, സ്വഭാവമുണ്ട്. അത് വന്നിട്ട് സുഖം, ശാന്തി, ആനന്ദം, സ്നേഹം, സത്യത, ശുദ്ധത, നമ്രത, പവിത്രത, വിനയം, കരുണ, ഇങ്ങനെയുള്ള ഗുണങ്ങൾ മാത്രമാണ് സോളിൻ്റെ പ്രത്യേകത. നമുക്കിപ്പോൾ നാട്ടിൽ ഒരുപാട് വില്ലന്മാരൊക്കെ കാണും. ചില സ്ത്രീകൾ ആരെങ്കിലും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവർ അലിഞ്ഞു പോകും. ക്രൂരനാണ്, മർദ്ദിക്കുന്ന ആൾ എന്ത് തെറ്റും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതുപോലെ ഒരു സോഫ്റ്റ് മൈൻഡ് അയാളുണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ നന്മയുണ്ട്. അത് സോളിൻ്റെ യഥാർത്ഥ ക്വാളിറ്റിയാണ്. അത് ഉണർന്നു വരും, പ്രത്യേക സാഹചര്യത്തിൽ ഉണർന്നു വന്നു. അത് ഇപ്പം നമ്മളിൽ മെർജായിരിക്കുകയാണ്. അത് എമർജായി വരണം. അത് എമർജായി വന്ന് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ സോൾ കോൺഷ്യസിൽ സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സോളെന്ന് പറയുകയും ശരീരത്തിൻ്റെ കർമ്മം ചെയ്യുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സോൾ കോൺഷ്യസിൽ ഇരുന്നാൽ ഒരു കർമ്മവും ചെയ്യാൻ പറ്റില്ല. സോൾ കോൺഷ്യസിൽ ഇരുന്നാൽ മാത്രമേ പരമാത്മാവിൻ്റെ കണക്ഷൻ കിട്ടത്തുള്ളൂ, പരമാത്മാവുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പരമാത്മാവ് നിരാകാരനാണ്, ആത്മാവും നിരാകാരനാണ്. ദൗർഭാഗ്യവശാൽ നമ്മളിപ്പോൾ ശരീരത്തിലിരിക്കുകയാണ്, ശരീരത്തിൻ്റെ യജമാനായിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ശരീരം വേണം, പരമാത്മാവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ശരീരം വേണം. പക്ഷെ സോളിൻ്റെ അവസ്ഥ സോൾ കോൺഷ്യസ് ആയിട്ട് വരുത്തണം, എങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്ഥായിയായിട്ടുള്ളൊരു ഭാവത്തെ കൊണ്ടുവരണം. അതിന് ആത്മാവിൻ്റെ ഗുണങ്ങൾ അറിയണം, പരമാത്മാവിൻ്റെ ഗുണങ്ങൾ അറിയണം. അപ്പം നമ്മളിപ്പോൾ സുഖം, സോളിൻ്റെ സ്വഭാവമാണ് സുഖം, ആത്മാവിൻ്റെ ഒരു സ്വഭാവമാണ് സുഖം, ശാന്തി, സത്യത, ശുദ്ധത. അപ്പം നമ്മൾ സോളിന് ഈ ക്വാളിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുളമെന്നോ നദിയെന്നോ പറയും. ഒരുപാടുണ്ടെങ്കിൽ നദി. ഇപ്പോൾ എന്നിൽ നിന്ന് 10 പേര് ഈ ക്വാളിറ്റി എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു നദി അല്ലെങ്കിൽ ഒരു അരുവി എന്നൊക്കെ പറയാം, ഒരു തോട് എന്നൊക്കെ പറയാം. ശാന്തിയുടെ ഒരു തോടാണ്. അപ്പോൾ ഒരു 10-500 പേരുണ്ടെങ്കിൽ ഒരു ചെറിയ അരുവിയാണ് എന്ന് പറയാം. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ മാതാമൃതാനന്ദമയൊക്കെ എടുക്കുകയാണെന്നോ ഒരു വലിയൊരു അല്ലേ ഗംഗ, ശാന്തിയുടെ ഗംഗ എന്ന് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം അങ്ങനെ. പക്ഷെ പരമാത്മാവിനെ ആ സമയത്ത് പറയുന്നത് സാഗരം, ശാന്തിയുടെ സാഗരം, ആനന്ദ സാഗരം, പവിത്രതയുടെ സാഗരം, സുഖത്തിൻ്റെ സാഗരം ചേർത്ത് ഉപമിക്കും. അപ്പോൾ ഇവിടെ പരമാത്മാവുമായിട്ട് നമുക്ക് കണക്ഷൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാത്മാവുമായിട്ട് റിലേഷൻ വേണം. നമുക്കൊരു റിലേഷൻ ഉണ്ടാകും, നമ്മൾ മറന്നുപോയി. പരമാത്മാവിൻ്റെ കുട്ടിയാണ്, പുത്രനാണ്, മകനാണ്. അത് തിരിച്ച് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ എളുപ്പമാണ്. അത് എങ്ങനെയായിരിക്കും ഒരു തുടക്കം വരുന്ന ഒരു സാധകൻ
ആ ഡെവലപ്പ് ചെയ്തെടുക്കണമല്ലോ. അവൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, മാനസികാവസ്ഥയെ അതിൻ്റെ ഉയർത്തിക്കൊണ്ട് ആ ഒരു ക്വാളിറ്റിയിലേക്ക് ആദ്യം നമുക്ക് സോൾ കോൺഷ്യസ് വരണം, നമ്മുടെ യഥാർത്ഥ ഗുണം എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പം ഇത് തിരക്കി വരുന്ന ആൾക്കാരെല്ലാം മിക്കവാറും സങ്കടത്തോടുകൂടിയായിരിക്കും വരുന്നത്. പല ജീവിത പ്രശ്നത്തിലും വീണ് ഉഴഞ്ഞ് പല അനുഭവങ്ങൾ പലതും അടികിട്ടി വരുന്നതാണ്. താൽക്കാലികമായിട്ടുള്ള പ്രശ്ന പരിഹാരമായിരിക്കാം അവർ വരുന്നത്, അവർ പോവുകയും ചെയ്യും, നിൽക്കത്തില്ല. പക്ഷെ ഇത് സ്ഥായിയായിട്ട് കിട്ടിക്കഴിയുന്ന ഒരാൾ പോകത്തില്ല. കാരണം ഇവിടെ പരമാത്മാവിനെ സ്വയം അച്ഛനായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ സർവ്വസംബന്ധം ഈശ്വരനിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പല ടൈപ്പാണ് സർവ്വസംബന്ധം. അച്ഛൻ എന്നുള്ളവൻ അച്ഛൻ, മകനായിട്ട് കാണാറില്ല എങ്കിലും കാമുകനായിട്ട് കാമുകിയായിട്ട്, അങ്ങനെ പല രീതിയിൽ പരമാത്മാവുമായിട്ട് കണക്ഷൻ വയ്ക്കും. ഒരു വ്യക്തിയോട് എങ്ങനെയാണോ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതേ രീതിയിൽ നമ്മൾ ഉറച്ചു പറയുകയല്ല, ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ആശയവിനിമയം നടത്തും. അപ്പം അവിടെ നിന്നും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ നമുക്ക് എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഗുപ്തമാണ്. ഇത് കിട്ടുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത് ഡിസ്കണക്ട് ചെയ്യത്തില്ല, എപ്പോഴും ആ ഒരു കണക്ഷനിൽ തന്നെ. അങ്ങനെ ഓരോരുത്തർ പോകുമ്പോഴായിരിക്കും ഈ സാധാരണ ആൾക്കാർക്കും ആ ഒരു കണക്ഷന്റെ ചെറിയൊരു അംശം ഫീൽ ചെയ്യാൻ. തീർച്ചയായിട്ടും കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ശരിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ധ്യാനിക്കുമ്പം ആത്മ പരമാത്മ ബന്ധം മാത്രമേ ഉള്ളൂ. അവിടെ ഭൗതിക ബന്ധങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ നമ്മൾ അത് പുരുഷ സ്വരമാണ്, പുരുഷ് എന്നാണ് പറയുന്നത്. ശരീരമാണ് സ്ത്രീ, ആത്മാവ് പുരുഷ തന്നെയാണ്, ആത്മാവ് പുല്ലിംഗം തന്നെയാണ്, ശരീരം കൊണ്ട് സ്ത്രീ. സ്വാമിജി അങ്ങിപ്പം സൂചിപ്പിച്ചു നമ്മുടെ മഹാദേവന്റെ ആ ഒരു രൂപം വ്യാസഭഗവാന്റെ ആ ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ പൊതുവേ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഈ രൂപം അല്ല, പടമല്ലല്ലോ വയ്ക്കുന്നത്, ഭഗവാന്റെ പടമല്ല, ശിവലിംഗമാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. മിക്കവാറും അത് തന്നെയായിരിക്കും. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും എന്ന് പറയാം? തീർച്ചയായും നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇത് നോക്കൂ, ഗണപതി, കൃഷ്ണനും രാധയും, ലക്ഷ്മി, മഹാലക്ഷ്മി അല്ലെ, ഇതൊക്കെ നമ്മൾ ദേവതകളെന്ന് പറയും, ദേവത എന്ന് പറയും. ദൈവമല്ല, ദൈവം വേറെ ദേവത വേറെ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അന്യമതസ്ഥർ ഹിന്ദുക്കളെ ബഹുദൈവ വിശ്വാസികളെന്ന് പറയുന്നുണ്ട്. അബദ്ധമാണത്, അങ്ങനെ അല്ല. നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. നമ്മൾ ഏകദൈവ വിശ്വാസികളാണ്. പരമാത്മാവാണ്, സുപ്രീം സോളാണ്, ജ്യോതിർസ്വരൂപനായ ശിവഭഗവാനാണ് നമ്മുടെ ദൈവം, ഏകദൈവം. ഇദ്ദേഹമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നത്. ചെയ്യുന്ന ആളല്ല, ചെയ്ത കർമ്മഫലം അനുഭവിക്കണം. നമ്മളൊരു കർമ്മം ചെയ്ത്, ഞാനൊരു കർമ്മം ചെയ്താൽ, നല്ല കർമ്മം ചെയ്താൽ ഞാൻ സുഖം അനുഭവിക്കാം, സന്തോഷിക്കും. ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്ത കർമ്മം തെറ്റാണ്, തെറ്റായ കർമ്മം ചെയ്തു, അതാണ് ഞാൻ ദുഃഖം അനുഭവിക്കുന്നത് എന്ന് സാരം. അപ്പോൾ പരമാത്മാവ് ഈ ബന്ധനത്തിൽ, കർമ്മബന്ധനത്തിൽ വരാത്ത ആളായത് കാരണം ഇദ്ദേഹം കർമ്മം ചെയ്യത്തില്ല, സർവ്വതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാണ് ചെയ്യുന്നത്. അപ്പോൾ ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർസ്വരൂപനായ ശിവനെയാണ് ആരാധിക്കുന്നത്, ദേഹധാരിയായ ദേവതകളെ അല്ല. മനസ്സിലായോ? ദേവതകളെ അല്ല ആരാധിക്കുന്നത്, മറിച്ച് ഈശ്വരനെ, ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവത്തിന് രൂപമില്ല, രൂപമില്ല എന്ന് പറഞ്ഞാൽ ശരീരമില്ല. ശരീരമില്ലാത്ത ദൈവത്തിനെ നമ്മൾ എങ്ങനെ ആരാധിക്കും? നമുക്ക് അഭിഷേകം, ഇപ്പം മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ട്, എന്താ പറയുക, പ്രത്യുപകാരം ചെയ്യും. നമുക്കൊരു ഉപകാരം ചെയ്ത് നമ്മൾ തിരിച്ച് ഉപകാരം ചെയ്യും. എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഭഗവാൻ എന്താണ് ഉപകാരം ചെയ്തത്? നമ്മളോട് ജന്മം തന്നു, ശരീരം തന്നു, ആഹാരം തരുന്നു,
ഇതെല്ലാം ഭഗവാൻ തരുന്നതല്ലേ. ആരോ കൃഷി ചെയ്യുന്ന വസ്തു, ആരോ നെയ്തെടുത്ത വസ്ത്രം അല്ലേ, നമുക്ക് കൃത്യമായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ എങ്ങനെ കിട്ടുന്നത്? അത് ഈശ്വര കൃപ. അപ്പം പ്രത്യുപകാരമായിട്ട് നമ്മൾ ഈശ്വരനെ നന്ദി പറയാനാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ രൂപം ഇതാണ്. ഇതിലെങ്ങനെ നമ്മൾ അഭിഷേകം ചെയ്യും? പറ്റത്തില്ല. കാണാനും പോലില്ല, കാണാൻ പറ്റുമ്പോൾ പറ്റുന്നില്ല. അപ്പം നമ്മൾ ജ്യോതിയുടെ രൂപത്തിൽ ശിവലിംഗം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ശിവസങ്കല്പം ചെയ്തിട്ട് അതിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലർ ലിംഗം എന്ന് കേൾക്കുമ്പോൾ തെറ്റായ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ, അത് അങ്ങനെയല്ല. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. ഇപ്പോഴും ചില അമ്പലങ്ങളിൽ ചില പൂജാരിമാർ തെറ്റായി ധരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവനെ പൂജ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അടയാളം, ഒരു മീഡിയം ആണ് ശിവലിംഗം. അതുകൊണ്ടാണ് പിന്നെ ശിവന്റെ അമ്പലങ്ങളിൽ ശിവലിംഗങ്ങളെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. കാരണം ജ്യോതിർസ്വരൂപനായ ശിവഭഗവാന് ജനന മരണ ചക്രത്തിൽ വരാത്തത് കൊണ്ട്, ശിവന് ശരീരമില്ലാത്തത് കൊണ്ട്, രൂപമില്ലാത്തത് കൊണ്ട് ശിവലിംഗത്തെ വെച്ച് ആരാധിക്കുന്നു. ഇന്ന് മഹാലക്ഷ്മിക്ക് ജനന മരണ ചക്രത്തിൽ വന്ന ആളാണ്, രൂപമുണ്ട്, മുഖമുണ്ട്. പ്രത്യേക ഈ ലക്ഷ്മി ഇപ്പം നമ്മൾ ഏത് നാട്ടിൽ ചെന്നാൽ ലക്ഷ്മിയുടെ മുഖം ഇത് തന്നെയായിരിക്കും. അപ്പം അങ്ങയുടെ മുഖം തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ മാറുമോ? ഇല്ല. എവിടെ ഏത് നാട്ടിൽ പോയാലും അങ്ങയുടെ മുഖം അത് തന്നെയാണ് അല്ലേ. അതുപോലെ കൃഷ്ണനും രാധയും ഇവർ ജനനമരണ ചക്രത്തിൽ വന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ രൂപം എപ്പോഴും ഇത് തന്നെയാണ്. ഗണപതി ഇത് തന്നെയാണ്. സ്വാമിജി, നേരത്തെ നമ്മൾ ഈ പഞ്ചകൈലാസവും ഗുപ്ത കൈലാസവും കൂടെ ചേർത്ത് 7 കൈലാസത്തെ പറ്റി സൂചിപ്പിച്ചു. പൊതുവെ അറിയപ്പെടുന്നത് പഞ്ചകൈലാസം എന്നാണ്. സാധാരണ ഈ തീർത്ഥാടനം ചെയ്യുന്നവർ ഇപ്പം പഞ്ചകൈലാസത്തിൽ തന്നെ ചിലപ്പോൾ ഒരു കൈലാസമായിരിക്കാം അവർ ഫോക്കസ് ചെയ്യണം, ശ്രീ കൈലാസമായിരിക്കാം. അതിൽ തന്നെ നിരവധി തവണ അവർ തീർത്ഥാടനം ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നാമം എന്തെങ്കിലും പറയുമോ? അതോ ഈ എല്ലാ കൈലാസവും പഞ്ചകൈലാസം വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോഴും ഒരു നാമകരണം അങ്ങനെ ഉണ്ടോ? അങ്ങേ ഇപ്പം പഞ്ചകൈലാസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആ നാമകരണത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പറയാം. ഇപ്പോൾ ശ്രീ കൈലാസം നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ പേര് രാമൻ എന്നിരിക്കട്ടെ, ഞാൻ ആദ്യം ശ്രീ കൈലാസം ചെയ്തു എങ്കിൽ ആ കൈലാസ യാത്ര കഴിയുമ്പോഴത്തേക്ക് എന്നെ രാമൻ കൈലാസി എന്ന് പറയും. ഞാൻ ഇതേ കൈലാസത്തിൽ വീണ്ടും ഒന്നുകൂടെ പോയി, അപ്പോൾ എൻ്റെ പേര് രാമൻ ദ്വിതീയ കൈലാസി. ഞാൻ വീണ്ടും ഒന്നുകൂടെ പോയി, 3 പ്രാവശ്യം പോയി, രാമൻ തൃതീയ കൈലാസി. രാമൻ കൈലാസി എന്ന് പറയും, വേണമെങ്കിൽ നമുക്ക് തൃതീയ അല്ലെങ്കിൽ ചതുഷ് കൈലാശി, പഞ്ചമ കൈലാശി ഇങ്ങനെ പറയും. ഇനി നമ്മളിപ്പോൾ ശ്രീ കൈലാസവും മണിമഹേഷും ചെയ്തു എന്നിരിക്കട്ടെ, അപ്പം നമ്മൾ ദ്വിതീയ കൈലാസി എന്ന് പറയും. ദ്വിതീയല്ല, ദ്വി കൈലാസി. ഇനി 3 ചെയ്തു, ആദ്യ കൈലാസവും കൂടെ ചെയ്തു, തൃതീയ കൈലാസി. ത്രീ കൈലാസി അല്ല സോറി, തൃതീയ കൈലാസി അല്ല, ത്രീ കൈലാസി, 3 കൈലാസി. തൃതീയ എന്ന് പറഞ്ഞാൽ ഈ ശ്രീ കൈലാസം 3 പ്രാവശ്യം പോയ തൃതീയ കൈലാസം, അല്ലെങ്കിൽ മണിമഹേഷ് 3 പ്രാവശ്യം പോയ തൃതീയ കൈലാസി, ആദ്യ കൈലാസം 3 പ്രാവശ്യം പോയ തൃതീയ കൈലാസി. ഇത് 3 കൂടെ പോയി കഴിഞ്ഞാൽ ത്രീ കൈലാസി അങ്ങനെ പറയും. 5 പോയ പഞ്ചകൈലാസി.
ശരി ശരി. ഒരേ കൈലാസം 5 പ്രാവശ്യം പോയ പഞ്ചമ കൈലാസ് പഞ്ചമ കൈലാസം എന്ന് പറയും. അങ്ങനെയാണ്. ദേവൻ ചെയ്താൽ സപ്ത കൈലാസി. സപ്ത കൈലാസി ആണ്, പക്ഷെ പഞ്ചകൈലാസി എന്ന് പറയും. അപ്പം അങ്ങ് ഇപ്പം ഈ 5 പോയത് കൊണ്ടാണ് പഞ്ചകൈലാശി എന്ന് പറയുന്നത്. അതെ. അതിന് ഞാൻ ശ്രീ കൈലാസം ദ്വിതീയ കൈലാസിയാണ്. 2 പ്രാവശ്യം, 2 വഴി കൂടെ ഓരോ പ്രാവശ്യം പോയിട്ടുണ്ട്. ശരി ശരി. സ്വാമിജി, നമ്മൾ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചു ഈ ആത്മാ പരമാത്മാ ബന്ധമാണ് നമുക്ക് വരേണ്ടത്, ആ ഒരു കണക്ഷനാണ് നമുക്ക് വരേണ്ടത്. ഇപ്പം ഒരു സാധന ചെയ്യുന്ന ഒരു സാധകൻ, ഒരു തുടക്കക്കാരൻ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അതേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടോ? ഒന്ന് പറയാം. തീർച്ചയായിട്ടും പ്രതിപാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ചോദിച്ച ഒരു സാധകൻ തുടക്കത്തിൽ ഭക്തി തന്നെയാണ് നല്ലത്. കൃഷ്ണനാണ് ഇഷ്ടമെങ്കിൽ കൃഷ്ണഭക്തി ചെയ്യുക, രാമനെയാണ് ഇഷ്ടമെങ്കിൽ രാമഭക്തി ചെയ്യുക, അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നിരന്തരം ഭക്തിയുടെ ഫലമായിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത, ഇതിലെല്ലാം ഉണ്ട്. മോക്ഷപ്രാപ്തി, ആത്മാ പരമാത്മ എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. അല്ല, ഇത് വേണ്ട, രാമായണം എടുക്കാം. രാമായണത്തിലും ഈ ആത്മാ പരമാത്മ, രാമൻ ആർക്കൊക്കെ മോക്ഷം കൊടുക്കുന്നുവോ അവിടെയൊക്കെ ആത്മാ പരമാത്മയുണ്ട്. ലക്ഷ്മണോപദേശത്തിലും ഉണ്ട്, നീ ആത്മാവാണെന്നാണ് പറയണത്. ഇതിലും അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ വിഷമിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, നീ ആത്മാവാണെന്ന് പറയുന്നുണ്ട്, കൃഷ്ണൻ പരമാത്മാവാണെന്ന് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഭാഗം അങ്ങ് എന്താ പറയുക, സ്കിപ്പ് ചെയ്ത് പോകും, ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വരികളാണ് ഇവയൊക്കെ. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ കഥകളിൽ ഭ്രമിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആത്മാവ് നിത്യനും നാശരഹിതനുമാണ്. ആത്മാവ് നിത്യനാണ്, നാശരഹിതനാണ്. അതിനെ വഹിക്കുന്ന ഈ ശരീരം നശ്വരവുമാണ്. ശരീരം നശിക്കുന്നതാണ്, ആത്മാവ് നശിക്കാത്തതാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുക ഭാരത. ഇവിടെ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികമായ അർത്ഥത്തിലെടുക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് ഇവിടെ കൃഷ്ണൻ യുദ്ധം ചെയ്യൂ പിന്നെ അർജുന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് കൗരവസേനയെ നേരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആത്മബോധം ഒരു മനുഷ്യൻ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി, ഈ ശരീരം നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ശരീരമാകുന്ന ബോധത്തെ അല്ലെങ്കിൽ ആ ബോധത്തോട് യുദ്ധം ചെയ്യൂ എന്നാണ് പറയണത്. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് ഏതാണ്ട് 80-83 ജന്മമായിട്ട് നമ്മൾ ശരീരമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഈ കാമ, ക്രോധ, ലോഭ, മോഹ, അഹങ്കാരത്തോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഇത് സ്പിരിച്വൽ അർത്ഥമാണ്. ഇനി ഭൗതികമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരാളിന് ഇത് ആ രീതിയിലെടുക്കാം. ഈ ഗീത എല്ലാവർക്കും ഉപയോഗിക്കാവുന്നൊരു പുസ്തകമാണ്. ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒക്കെ ഉപയോഗിക്കും. അങ്ങനത്തെ ഒരു ഗ്രന്ഥമാണിത്. ഇവിടെ ആത്മബോധത്തിൽ ഇരിക്കണം. പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആത്മബോധത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി യുദ്ധം ചെയ്യേണ്ടത് അവൻ്റെ തന്നെ സങ്കല്പങ്ങളോടാണ്, അവൻ്റെ തന്നെ ശരീരബോധത്തോടാണ്, അവൻ്റെ തന്നെ ദുർവികാരങ്ങളോടാണ്. കാമ, ക്രോധ, ലോപം, ഇതിനെ യുദ്ധം ചെയ്യണം. ഇതൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല. ഈ കാമക്രോധ, ലോപം, മോഹങ്കാരങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല. നിരന്തരം പ്രയത്നം. അതിനാണ് പരമാത്മ. നമ്മൾ നേരത്തെ പറഞ്ഞു പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കണം. പരമാത്മാവിൻ്റെ ഓർമ്മയിലിരിക്കുമ്പോൾ നമ്മൾ ആരുടെ ഓർമ്മയിലിരിക്കുന്നുവോ അയാളുടെ ഗുണങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കപ്പെടും, നമ്മളത് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറും. നിരന്തരം പരമാത്മാവിൻ്റെ ഓർമ്മയിലാണ്, ആത്മസ്മൃതിയിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാത്മാവിൻ്റെ ഗുണങ്ങൾക്ക് സമാനമായ വ്യക്തിയായിട്ട് മാറും. അതാണ് പരിവർത്തനം, വ്യക്തി പരിവർത്തനം എന്ന് പറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വരികൾ ഇതിനകത്ത് ഇതുപോലെ പരമാത്മ, ഇപ്പോൾ വിശ്വരൂപം കാണിക്കുന്ന യഥാർത്ഥത്തിൽ ഈ രൂപമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഓരോ റൈസും ഓരോ ക്വാളിറ്റീസാണ്. സുഖം, ശാന്തി, ആനന്ദ, സ്നേഹസാഗരൻ, ആനന്ദസാഗരൻ, പവിത്രത, അങ്ങനെ വരും. അതാണ് വിശ്വരൂപം, പരമാത്മാവിൻ്റെ വിശ്വരൂപം. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ദൈവം അല്ല എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നില്ലേ.
ഗീതയിൽ തന്നെ 5 കുതിരകളെ കെട്ടിയ ആ ആ, അതെ. രഥം സൂചിപ്പിക്കുന്നതും അതെ ആ ഒരു തത്വത്തെയാണ്, ഉള്ളിലുള്ള ആ അതെ അതെ ആ ഒരു അത് തത്വത്തെ, നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, ചെവിയ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്. അതെ 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ്. ആ 5 ഇന്ദ്രിയങ്ങളെ എപ്പോഴാണോ നമ്മൾ കടിഞ്ഞാണിട്ട് നമ്മളുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നത്, അപ്പോഴാണ് നമ്മൾ ആത്മബോധത്തിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 5 ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിരിക്കണം. 5 ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ കണ്ണ് ഒന്ന് നോക്കും, ചെവി അതിനിഷ്ടപ്പെട്ടത് കേൾക്കും, വായ പിന്നെ നാവ് അതിനിഷ്ടപ്പെട്ടത് പറയും. അങ്ങനെ 5 കുതിരകൾ നമ്മളെ 5 ദിക്കിലേക്ക് നയിക്കും. അപ്പം നമ്മൾ ആത്മബോധത്തിൽ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കുതിരയ്ക്ക് ഈ എന്താ പറയുക ലഗാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. സ്വാമിജി, അങ്ങ് കൈലാസത്തിൽ തന്നെ ഒരുപാട് തവണ തീർത്ഥാടനം ചെയ്തിട്ടുണ്ട്. എല്ലാ തീർത്ഥാടനങ്ങളുടെയും ഒരു ലക്ഷ്യം ആ ഒരു മോക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പം കൈലാസത്തിലേക്ക് ആ തീർത്ഥാടനത്തിന് മുന്നേ അങ്ങയുടെ തീർത്ഥാടനത്തിൻ്റെ തുടക്കം എങ്ങോട്ടേക്കായിരുന്നു, അല്ലെങ്കിൽ അങ്ങ് ഏതെല്ലാം സ്ഥലങ്ങളിൽ തീർത്ഥാടനത്തിന് പോയിട്ടുണ്ട് കൈലാസത്തിന് മുന്നേ? അതിനെക്കുറിച്ചൊന്ന്. ശരി. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ കുടുംബത്തിൽ ഒരു ആരാധന സമ്പ്രദായം, കുടുംബദേവത, അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവാറുമൊക്കെ വിളക്ക് വയ്പ്പ്, ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടി ആയിരുന്നു. വിളക്ക് വയ്ക്കുക അങ്ങനെയൊക്കെ. അങ്ങനെ അത് വളർന്നു വന്നത് ഏതാണ്ട് ഒരു SSLC, അന്ന് SSLC ആണ്, ഒരു 14-15 വയസ്സിൽ അഗസ്ത്യ കൂടത്തിൽ പോകാനിടയായി. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ കാടൊക്കെ ഭയങ്കര, ആദ്യമായിട്ട് കാട് കാണാനാണ് ഒരുപാട് പേടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ മാമൻ്റെ കൂടെയാണ്, മൂത്തൊരു മാമൻ്റെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, അമ്മയുടെ സഹോദരൻ. അപ്പോൾ അതാണ് ഈ തീർത്ഥയാത്ര എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അതാണ്. അതിനുമുമ്പ് അച്ഛൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. എങ്കിലും ആത്മീയ ഉന്നതിക്ക് കാരണം അഗസ്ത്യർ കൂടമാണ്, അഗസ്ത്യ മുനിയും അഗസ്ത്യർ കൂടമാണ്. അത് കഴിഞ്ഞ് മിക്കവാറും എല്ലാ വർഷവും അഗസ്ത്യ കൂടത്തിൽ പോകാറുണ്ട്. ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്കായി. കാര്യം ഈ വനത്തിലെ ചില മരങ്ങളും ഞാനുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു തണൽ മരം ആരോ മുറിച്ചു വന്നു. അതെന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, ഒരു വിഷമമായി, ഇനി ഇവിടെ ആരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് 2000-ലാണ് 80 മുതൽ തുടങ്ങിയതാണ്. ഒരു 8-10 മല പോയിട്ട് പിന്നീട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ 2000-ലാണ് റീസ്റ്റാർട്ട് ചെയ്തത്. ആ മരം ഇന്ന് അവിടെ ഇല്ല, അതിൻ്റെ കുറ്റി പോലും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഒരുപാട് വനനശീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴ് നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ സ്ട്രിക്റ്റായ രീതിയിൽ, നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഈ മൊട്ടപ്പാറയായിരുന്ന പല സ്ഥലവും ഇപ്പോൾ വീണ്ടും ചെടികൾ കിളിച്ച് വരുന്നുണ്ട്. അപ്പം നല്ലൊരു, ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കവർ, ഇപ്പോൾ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവരത് അവിടെ വെച്ച് മാറ്റും. പക്ഷെ ആദ്യം നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അഗസ്ത്യകൂടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യകൂടത്തിൽ ഏതാണ്ട് 40 മല, കഴിഞ്ഞ വർഷം 40 മല ആയി. ഈ പ്രാവശ്യം 41 പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്, ഭഗവാൻ വിളിക്കും എന്നുള്ളതാണ്. പിന്നെ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗസ്ത്യകൂടത്തിന്
ശ്രീ കൈലാസവുമായിട്ട് വളരെ സാമ്യമുണ്ട്. അഗസ്ത്യകുളത്തിൽ പണ്ട് കോട്ടൂർ വഴി നമുക്ക് പോകാൻ പറ്റും. കോട്ടൂർ വഴിയിൽ ഒരു വഴിയുണ്ട്. ഇപ്പം ബോണക്കാട് വഴിയേ അവർ വിടത്തുള്ളൂ. ഞാൻ ഈ ടിക്കറ്റൊക്കെ വെക്കുന്നതിന് മുമ്പ് പോയ ആളാണ്. അപ്പം അന്ന് കോട്ടൂർ വഴി പോകാൻ മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ഡാമുണ്ട്. ഈ ഡാമിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാനതിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടൂർ വഴി പോകുമ്പോഴത്തേക്ക് അഗസ്ത്യ കൂടത്തെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കൈലാസവുമായിട്ട് സാമ്യമാണ്. ശിവലിംഗവും നന്ദിപർവ്വതവും കാണാൻ പറ്റും. ശിവലിംഗവും നന്ദിപർവ്വതവും ചേർന്നതാണ് കൈലാസം. അപ്പോൾ അതേ ഷേപ്പ് ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുമ്പം നമുക്ക് അഗസ്ത്യകൂടത്തിൽ അത് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ദക്ഷിണ കൈലാസം എന്നാണ് ഞാൻ അഗസ്ത്യകൂടത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഞാനത് കണ്ടിട്ടുള്ളതാണ്. ഞാൻ 2 പ്രാവശ്യം ശ്രീ കൈലാസത്തിൽ പോയ ആളാണ്, 2 വഴികളിലൂടെയും. അപ്പോൾ എനിക്കത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് സ്പിരിച്വാലിറ്റിയുടെ ബേസ്, അല്ലെങ്കിൽ ഇത്രയും യാത്ര ചെയ്യാൻ എന്നെ സഹായിച്ചത് ഈ അഗസ്ത്യകൂട യാത്രയാണ്. അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അഗസ്ത്യകൂട യാത്ര. പിന്നെ ഞാൻ 12 ജ്യോതിർലിംഗങ്ങളിൽ 11 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ജാർഖണ്ഡിലെ വൈദ്യനാഥ് മാത്രം ബാക്കിയുള്ളൂ. അത് എന്തോ മനസ്സുകൊണ്ട് ഒരെണ്ണം അവിടെ കിടക്കട്ടെ എന്ന്, അല്ലെങ്കിൽ പൂർണ്ണ ഒരു മൈനസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകാത്തതാണ്. പിന്നെ അമർനാഥ് ചെയ്തിട്ടുണ്ട്, 12 അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈലാസ യാത്ര, നമ്മൾ ശിവഭക്തർ ശിവലോകം പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കൈലാസ യാത്ര നടത്തുന്നു. ശിവഭക്തർ വൈകുണ്ഠത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മോക്ഷദ്വാരകകൾ ചെയ്യാറുണ്ട്. 7 മോക്ഷദ്വാരകകളുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വൈകുണ്ഠം നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. 7 മോക്ഷദ്വാരകളും ഞാനും ചെയ്തു. 7 മോക്ഷദ്വാരകളും ചെയ്തു. അങ്ങനെ നിരവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഓർമ്മയിലൊന്നും ഇല്ല. ഈ യാത്രകളെല്ലാം ചെയ്യുമ്പം അനേകം ഗുരുക്കന്മാരെ എല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടാവും. തീർച്ചയായും. അതിൽ പറയാൻ പറ്റുന്ന അനുഭവങ്ങൾ അവരുമായിട്ടുള്ളൊരു അത് ഒന്ന് ഇതാണ്, ഗുപ്ത കൈലാസങ്ങളായിട്ടുള്ള 2 ഗുപ്ത കൈലാസങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നു. ചെറിയ വ്യവസ്ഥ, ഉടമ്പടിയുണ്ട്. സാമ്പത്തികമല്ല, വാക്കാണത്. അതിപ്പോഴും ഞാൻ പാലിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അത് പാലിക്കുന്നുണ്ട്. അല്ലാതെ ഹിമാലയത്തിൽ നമുക്ക് അറിഞ്ഞിടത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അറിവുണ്ട്. പിന്നെ ഒരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ പോയപ്പോഴത്തേക്ക് ശ്രീകണ്ഠ കൈലാസ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കൂട്ടം സന്യാസിമാർ ഇങ്ങനെ വൃത്തത്തിലിരിക്കുന്ന കണ്ടു. അപ്പോൾ എന്നെ വിളിച്ചു, എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വൃത്തത്തിൽ ഞാനും ഒരു കണ്ണിയായിട്ടിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ എന്തോ പുക എടുത്തെടുത്ത് വന്നു. എൻ്റെ ഊഴം വന്നു, എനിക്ക് തന്നിട്ട് വലിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കഴിക്കാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. ഇത് വലിച്ചില്ലെങ്കിൽ നീ സ്വാമിയല്ലെന്നാണ് അവർ പറഞ്ഞു. അപ്പം ഞാൻ ഇത് വലിക്കണം, നിങ്ങളെന്ത് സ്വാമി എന്ന് ഞാനും ചോദിച്ചു. അറിയാവുന്ന ഹിന്ദിയിൽ ഞാനും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. പിന്നീട് ഇപ്പോൾ കേദാർനാഥല്ലേ, പഞ്ചകേദാർ 2 പ്രാവശ്യം പഞ്ചകേദാർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്വാമി ചെവിയിൽ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, ആനക്കൊമ്പാണെന്ന് ഒരു വൃത്തം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചെവി തുറന്ന ഇട്ടേക്കണം എന്നാണ് തോന്നണത്. അപ്പം അദ്ദേഹം ഇങ്ങനെ എന്നെ കണ്ട് എന്നെ ഇങ്ങനെ അടിമുടി നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു ഹരി ഓം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓം നമഃ ശിവായ. 2 സ്റ്റെപ്പ് അദ്ദേഹം മുന്നോട്ട് തിരിഞ്ഞു വന്നു. ഞാൻ ഹരി ഓം പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് ഓം ശാന്തി പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹരി ഓം. ഞാൻ തിരിച്ചു പറയാല്ല, ഇയാൾ എന്നെ അടിക്കും. അത്ര ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ പല അറിവുകളും ഹിമാലയ യാത്രയുള്ള പല ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പല ആശ്രമങ്ങളിലും നമ്മൾ തങ്ങിയിട്ടുണ്ട്. ഈ ആശ്രമങ്ങളിൽ തങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഗുപ്തമായിട്ടുള്ള ഹിമാലയത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവരവരുടെ ഭാഗ്യം. പക്ഷേ നമ്മളൊരു പാക്കേജിൽ പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. നമ്മൾ ഹോട്ടലിലോ ലോഡ്ജിലോ അല്ലെങ്കിൽ സ്വന്തം ടെൻറ്റിലോ ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടി പോയാൽ, ഞാൻ ഇവിടുന്ന് ബസ് കയറിയൊക്കെയാണ് പോയിട്ടുള്ളത്. ഈ മണിമഹേഷ് കൈലാസമൊക്കെ ചെയ്യാനായിട്ട് ഡൽഹിയിൽ നിന്ന് ബസ് കയറി പോയിട്ടുണ്ട്. ഒരുപാട് ഏതാണ്ട് 18 മണിക്കൂർ ബസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങോട്ടും പോയി തിരിച്ച് അതേ കണക്ക് ബസ്സിൽ തന്നെ ഡൽഹിയിൽ വന്നു. അപ്പോൾ അവിടെ പക്ഷേ അവിടെ ഒരു പ്രത്യേകത, ഈ കാഷായ വസ്ത്രധാരിയാണെങ്കിൽ ഈ ബസ്സിൽ ടിക്കറ്റ് എടുക്കത്തില്ല.
അവരിങ്ങ് കയറി നിൽക്കും. അപ്പോൾ ഈ കണ്ടക്ടർ ഒരു ഏറ്റവും ചെറിയ ഒരു ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും. കാരണം വെച്ചാൽ ഈ ചക്കറും എല്ലാം കയറുകയാണെങ്കിൽ അയാളുടെ തടി തപ്പാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമ്മൾ വന്നിട്ട് സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് എടുക്കും. അപ്പോൾ അവർ നമ്മളെ നോക്കും. ഈ കാഷായ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്നു എന്നാണ് അവർ നോക്കുന്നത്. നമ്മൾ കേരളത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അതാണ് മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാരും നമ്മൾ മലയാളികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു സാധകൻ സാധന ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു സാധകന് അവൻ ഫോളോ ചെയ്യേണ്ട ഒരു മാർഗം, അല്ലെങ്കിൽ അവൻ നിലനിർത്തി പോരേണ്ട ഒരു മാർഗം ശരിക്കും ആരാധനയാണോ അന്വേഷണമാണോ? അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ, അങ്ങയുടെ 3 വർഷത്തെ ഒരു സാധനാ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്താണ്? നമ്മൾ തുടക്കത്തിൽ നമുക്കൊന്നും അറിഞ്ഞൂടായിരിക്കും. തുടക്കത്തിൽ നമുക്കിപ്പോൾ ഒരാൾ ഭക്തി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഒന്നിൽ നമുക്ക് ധനം വേണം, അല്ലെങ്കിൽ ജോലി വേണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭക്തി വരും, ഭയത്തിൻ്റെ ആധാരത്തിൽ ഭക്തി വരും, ഭയത്തിലൂടെ നമുക്ക് ഭക്തി വരും. ചെയ്യുന്നത് തെറ്റ് ചെയ്താൽ പാപം ലഭിക്കുമോ, അങ്ങനെ അതെ അങ്ങനെയും വരും. അല്ല, ഈശ്വരനെ ഭയന്നിട്ട് ഭക്തി, ഈശ്വരൻ പിന്നെ എന്നെ കൊല്ലുവോ, ഇങ്ങനെയൊക്കെയുള്ള ഇത് വരും. ആ രീതിയിൽ ഭയത്തിൽ നിന്ന് ഭക്തി ഉണർന്നു വരും. ഭയത്തിൽ നിന്ന് ഭക്തി വരും, ഭക്തിയിൽ നിന്നും ജ്ഞാനിയായിട്ട് മാറും, ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനിയാവും, വിജ്ഞാനിയിൽ നിന്നും അതിനു മുമ്പ് ഒരു സ്റ്റേജുണ്ട് മനനത്തിൽ നിന്ന് വിജ്ഞാനമാവും, വിജ്ഞാനത്തിൽ നിന്നും നമ്മൾ എന്താ പറയുക മഗ്നാവസ്ഥ അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിലോട്ടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ലീനാവസ്ഥയിലോട്ടൊക്കെ പോകും. പക്ഷെ ഒരു സാധകൻ തുടക്കത്തിൽ ഭക്തിയാണ്, അവനൊന്നും അറിയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഡിമാൻഡോട് കൂടിയായിരിക്കും ഒരാൾ ഭക്തി സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ ചെന്ന് ധ്യാനിച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറ്റൊരു ദേവൻ്റെ അടുക്ക പോകും. അങ്ങനെയൊക്കെയാണ് തുടക്കം. പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഭക്തിയായി, അത് എന്താ പറയുക ഒരു അഡിക്ഷൻ കണക്ക് അല്ലെങ്കിൽ അടിമ കണക്കൊക്കെ ആയി അങ്ങനെയൊക്കെ വരും. നമ്മളുടെ ചോദ്യത്തിൽ എന്താ പറയുക ആരാധനയാണോ അന്വേഷണമാണോ? ഇതിൻ്റെ അവസാന അന്വേഷണത്തിലാണ് വരുന്നത്.
ഈ ഭക്തി ചെയ്ത് അന്വേഷണത്തിൽ, എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് അന്വേഷണം വരും. അന്വേഷണം വരുമ്പോഴത്തേക്കാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യമായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ വ്യാസൻ പറഞ്ഞ കാര്യങ്ങളല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യാസന് മുമ്പ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാര്യം, ഞാൻ അഗസ്ത്യകൂടത്തിൽ പോകുമ്പോഴത്തേക്ക് അഗസ്ത്യമുനിയുടെ ഈ ഹിസ്റ്ററി വായിക്കുമ്പോഴത്തേക്ക്, അഗസ്ത്യമുനി വിവാഹിതനാണ്, ഒരു കുട്ടിയുണ്ട്. അഗസ്ത്യമുനി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സന്യാസിയായിട്ട് യാത്ര ചെയ്യും. അപ്പോൾ ഒരു പാറ ഇടുക്കിൽ അദ്ദേഹത്തിൻ്റെ പൂർവികർ ഇങ്ങനെ തലകീഴായി കിടക്കുന്നതായിട്ട് മോക്ഷം കിട്ടുന്നില്ല അദ്ദേഹം കാണുന്നു. അപ്പം ഈ അഗസ്ത്യമുനിയുടെ പൂർവികർ അദ്ദേഹത്തോട് പറയും, മോനെ നീ വിവാഹം കഴിച്ച് നിനക്ക് കുഞ്ഞുണ്ടായാലേ ഞങ്ങൾക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയും. മനസ്സിലായല്ലേ? അപ്പം അങ്ങനെ അഗസ്ത്യമുനി വിവാഹം കഴിക്കുന്നതായിട്ടാണ് പറയണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അഗസ്ത്യമുനിയുടെ പൂർവികർ വെറും 5 പേരേ ഉള്ളൂ, സൂര്യൻ മുതൽ ഇങ്ങോട്ട് വെറും 5 പേര്. ഇവരൊക്കെ വലിയ ആൾക്കാരുമാണ്. അപ്പം ഇതിൽ പറഞ്ഞ പൂർവികർ തലകീഴായിട്ട് കിടന്നു എങ്കിൽ ഈ മഹാന്മാരായിട്ടുള്ള 5 പേര്, 5 ഈ സപ്തർഷികളൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ല, അപ്പം അവർ തലകീഴായി കിടന്നു എന്നുള്ളൊരു ഡൗട്ടായി. അപ്പം അത് എന്നിൽ ഇങ്ങനെ കൂടുതൽ അറിയാനുള്ളൊരു ത്വര ഉണ്ടാവുക. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് വ്യാസന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. വ്യാസന് മുമ്പുണ്ടായിരുന്നു. അന്ന് ഏകദൈവ വിശ്വാസമായിരുന്നു, ഇന്ന് ബഹുദൈവ വിശ്വാസമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ബഹുദൈവം ഇല്ല. പക്ഷെ നമ്മൾ സ്നേഹം കൊണ്ട്, ഇപ്പോൾ ലക്ഷ്മിയെ സ്നേഹിക്കുന്ന ഒരാൾ ലക്ഷ്മിയെ തന്നെ ദൈവമായിട്ട് അങ്ങ് സങ്കല്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഭാവന കൊണ്ട് ചിലപ്പോൾ ഞാൻ ഭഗവാനെ എന്ന് അങ്ങേ വിളിക്കാം, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വിളിക്കാം. പക്ഷെ അതിനർത്ഥം താങ്കൾ ഭഗവാൻ എന്നല്ല, അല്ലെങ്കിൽ താങ്കൾ എന്നെ വിളിക്കാം, അതിനർത്ഥം ഞാൻ ഭഗവാൻ എന്നല്ല. അതൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. നമുക്ക് ബഹുമാനം കൊണ്ട് ഭഗവാനെന്ന് പറയാം, ഇപ്പോൾ അയ്യപ്പനെയോ മുരുകനെയോ ദൈവം എന്ന് പറയാം, ബഹുമാനം കൊണ്ട് പറയാം. പക്ഷേ യഥാർത്ഥ ദൈവം അല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ വരുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ, മറ്റു മതസ്ഥര് നമ്മളെ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയും. യഥാർത്ഥത്തിൽ അല്ല. നമ്മൾ ഹൈന്ദവർ പിന്നെ ആദിസനാതന ധർമ്മം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അപ്പോൾ അന്വേഷണം ഭക്തിയിൽ തുടങ്ങിയിട്ട് അന്വേഷണം ആയിട്ട് വരും. അതൊരു എന്നാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു അന്വേഷണം വന്നാലേ മുന്നോട്ട് പോകാനുള്ള ഒരു അത് ഒരു സാധനം ലഭിക്കുകയുള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്താനും, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ വരും. അതെ, ഒരു ആരാധനയും അതിലും മാത്രമായി. തീർച്ചയായിട്ടും. ഇത്രയും നേരം നമ്മൾ സ്വാമി പഞ്ചകൈലാസിജിയോടൊപ്പം സത്സംഗം നടത്തുകയായിരുന്നു. ഈ സത്സംഗം ഓരോ സാധകരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാധകരുടെ ജീവിതം ഒരു യാത്ര തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്. അതിന് പല മാർഗങ്ങളുണ്ടാവും. ഓരോ സാധകരുടെ മാനസിക ആ ഒരു തലമനുസരിച്ചായിരിക്കും ഓരോ സാധകർ അവരുടെ ഉപാസനയെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം പഞ്ചകൈലാഷിജി സ്വാമിജി യാത്ര ചെയ്തത് ആ ഒരു അന്വേഷണം ഉള്ളിൽ വന്നതിന് ശേഷമാണ്. അദ്ദേഹം പറഞ്ഞത് തുടക്കത്തിൽ അദ്ദേഹം ഒരു ശിവഭക്തനായിരുന്നു. ആ മഹാദേവന്റെ യഥാർത്ഥ സ്വരൂപം, അല്ലെങ്കിൽ എന്താണ് ആ മഹാദേവൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ശക്തി എന്താണ് എന്നറിയാനുള്ള ആ ഒരു അന്വേഷണ ബുദ്ധി വന്നപ്പോഴാണ് ഈ യാത്രകളെല്ലാം ചെയ്തത്. അപ്പം കൈലാസത്തിൽ അനേക തവണ പോയപ്പോഴും ഓരോ ഭാവത്തിലായിരിക്കാം അദ്ദേഹത്തിന് ആ മഹാദേവനെ കുറിച്ച് തിരിച്ചറിയാൻ സാധിച്ചത്. ആ തിരിച്ചറിവ് ലഭിച്ചത് അങ്ങനെയായിരിക്കാം. അപ്പം അത് തന്നെയാണ് അദ്ദേഹം ഈ നിമിഷം വരെയും ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ഒരു സാധകൻ
യാത്ര ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഒരു ഭാവന അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, ആ മോക്ഷത്തിലേക്കുള്ള ആ ലക്ഷ്യത്തെ ഓരോ യാത്ര ചെയ്യുമ്പോഴും ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് സാധന ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമ്മളോട്. അപ്പം സ്വാമിജി ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് അങ്ങേക്ക് കോടി പ്രണാമങ്ങൾ. അങ്ങ് ഇപ്പം വരുന്ന ഒരു സാധന അനുഷ്ഠിച്ച് വരുന്നവരോട് എന്തെങ്കിലും ഒരു നിർദ്ദേശം, ഏത് രീതിയിൽ അവരുടെ സാധനയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു? എനിക്ക് തുടക്കക്കാരോട് പറയാനുള്ളത്, അവരെന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ രാമഭക്തനാണെങ്കിൽ അത്, അല്ലെങ്കിൽ കൃഷ്ണഭക്തനാണെങ്കിൽ അത് തന്നെ തുടർന്ന് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഇപ്പോൾ രാമനെ ഭജിക്കുന്ന ഒരു ആളിനെ രാമൻ കൊണ്ടുപോയി എവിടെ എത്തിക്കണോ അവിടെ രാമൻ എത്തിച്ചോളും. മനസ്സിലായല്ല? എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പം ഞാനൊരിക്കലും ഒരു സന്യാസി ആകണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയ ആളല്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെയാണ്. ഇപ്പം ഞാൻ സന്യാസി അല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയില്ല അയാൾ സാമ്യമാണെന്ന് പറയും. അങ്ങനെയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് സന്യാസി ആകണം എന്ന് പറഞ്ഞിട്ട് സന്യാസി ആയത് അല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രായം കഴിഞ്ഞു, എല്ലാം പോയി, ഇനി മരണം അല്ലെങ്കിൽ എന്താ പറയുക, ഭഗവാനിൽ ലയിക്കുക അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു സമയമാണ് ഇനിയുള്ള സമയം. അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്യാസി ആകണമെന്നും പറഞ്ഞ ആരും ഇറങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തലയിലെഴുത്ത് സന്യാസി ആകാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരുന്നാലും സന്യാസിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ഭക്തി ചെയ്യുന്നുവോ അതേ ഭക്തി തുടർന്നും ചെയ്യുക. ബാക്കിയൊക്കെ ഈശ്വരൻ നയിച്ചുകൊള്ളും. പിന്നൊരു കാര്യം പറയാനുള്ളത്, അതൊരു കച്ചവടമാകരുത്. ഞാൻ ഭഗവാന് 10 രൂപ കൊടുക്കും, ഭഗവാൻ എനിക്ക് 1000 തരും, ആ രീതിയിൽ 10 രൂപ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ഇടരുത്. ഇതൊരു റിക്വസ്റ്റാണ്. നല്ലൊരു ഭക്തൻ ആരോടും ഒരു ഭഗവാനോടും ഒന്നും ചോദിക്കില്ല, ഒന്നും ചോദിക്കത്തില്ല. എല്ലാം ഭഗവാൻ അറിയാം. ഈശ്വരനല്ലേ, ഈശ്വരനെല്ലാം അറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈശ്വരൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അതും മനസ്സിലാക്കണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ. എല്ലാവരെയും സർവേശ്വരനായ പരമാത്മ ശിവഭഗവാൻ അനുഗ്രഹിക്കട്ടെ.